ഓക്കെ. സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ സെക്കൻഡ് മോഡ്യൂളിനകത്ത് നിന്ന് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ്റെ ഡെറിവേഷൻ അല്ലെങ്കിൽ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ്റെ പ്രോബ്ലം. ഇതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കും. ഡെറിവേഷൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ 7 മാർക്കോ 10 മാർക്കിനെ ചോദിക്കുന്നെങ്കിൽ ആ മാർക്ക് നമുക്ക് ഫുള്ളും നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും ഓർക്കുക, സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇറ്റ്സ് റിലേറ്റഡ് ടു ആൻ ഓപ്പൺ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഫ്ലോ സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഈ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു ഫ്ലോ പ്രോസസ്സ്. അപ്പോൾ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ഒരു കംപ്രസറാണ് നമ്മളെപ്പോഴും കൺസിഡർ ചെയ്തത് ഒരു എക്സാമ്പിളായിട്ട്. സോ കൺസിഡർ എ കംപ്രസർ. ഒരു കംപ്രസർ കൺസിഡർ ചെയ്യുക. കംപ്രസറിലൂടെ എയർ ഇൻലെറ്റിലൂടെ കയറി എയർ ഔട്ട്ലെറ്റിലൂടെ അല്ലെങ്കിൽ എക്സിറ്റിലൂടെ കടന്ന് പുറത്തേക്ക് പോകുന്നു എന്ന കൺസെപ്റ്റിൽ നിങ്ങളൊരു എയർ കംപ്രസർ എക്സാമ്പിളായിട്ട് എടുക്കുക. ഒരു ഡേറ്റം ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്. സോ ദ ഇൻലെറ്റ് ഈസ് എബൌട്ട് Z1 ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ എക്സിറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു Z2 ഹൈറ്റിലുമാണ് ഇരിക്കുന്നത് എന്ന് കരുതുക. ലെറ്റ് A1 ബി ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ ഇൻലെറ്റ്. ദെൻ W1 ബി ദ ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ മാസ് ഫ്ലോ റേറ്റ്. P1 ബി ദ പ്രഷർ അറ്റ് ദ ഇൻലെറ്റ്. സ്മോൾ ലെറ്റർ V1 ബി ദ സ്പെസിഫിക് വോളിയം. Capital V1 be the velocity of the fluid at the inlet. Then Z1 be the height. ഇത്രയും കാര്യങ്ങൾ ഇൻലെറ്റിനെ കുറിച്ച് ഓർത്തിരിക്കുക. അതായത് ഏരിയ ക്രോസ് സെക്ഷൻ, മാസ് ഫ്ലോ റേറ്റ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയറിലായിരിക്കും. W1 എന്ന് പറയുന്നത് മാസ് ഫ്ലോ റേറ്റ് ആണ്, കിലോഗ്രാം പെർ സെക്കൻഡിലായിരിക്കും. ഇത് ന്യൂട്ടൺ പെർ മീറ്ററിലോ അങ്ങനെയുള്ള പ്രഷർ മീറ്റർ സ്ക്വയറിലോ ഏതെങ്കിലും പ്രഷറിൻ്റെ യൂണിറ്റിൽ. ദെൻ വോളിയം മീറ്റർ ക്യൂബിൽ. വെലോസിറ്റി എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെയുള്ള യൂണിറ്റ്. ഈ യൂണിറ്റ് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എക്സിറ്റ് എടുത്തു കഴിഞ്ഞാലും ആ ഒരു കംപ്രസറിൻ്റെ എക്സിറ്റിലൊരു ഏരിയ ക്രോസ് സെക്ഷൻ കാണും. അതുപോലെ തന്നെ എക്സിറ്റിനൊരു മാസ് ഫ്ലോ റേറ്റ് കാണും. അതുപോലെ തന്നെ അവിടെ ഒരു പ്രഷർ കാണും. അതുപോലെ തന്നെ അവിടെ ഒരു സ്പെസിഫിക് വോളിയം കാണും. അതുപോലെ തന്നെ അവിടെ വെലോസിറ്റിയും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ Z2 ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും ഒരു ഓപ്പൺ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു കംപ്രസർ കൺസിഡർ ചെയ്ത് കഴിയുമ്പം അതിൻ്റെ പ്രോപ്പർട്ടീസായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ദെൻ അതിലേക്ക് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ പറയുന്നുണ്ട്. dQ/dW എന്ന് പറയുന്ന dW അല്ല, dQ/dτ എന്ന് പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ആണ്, അതുകൊണ്ടാണ് dτ എന്ന് വന്നത്. ഓക്കെ. ദെൻ അതുപോലെ തന്നെ അവിടെ വർക്കുണ്ട്. അതുപോലെ തന്നെ dW/dτ എന്ന് പറയുന്ന വർക്ക് നടക്കുന്നുണ്ട്. അപ്പം ഇത്രയും അതിൻ്റെ ഇൻലെറ്റ് പ്രോപ്പർട്ടീസ്, ഇത്രയും അതിൻ്റെ ഔട്ട്ലെറ്റ് പ്രോപ്പർട്ടീസ്. ദെൻ dQ/dτ എന്ന് പറയുന്നത് അവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് പെർ ടൈമിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. എപ്പോഴും ഓർക്കുക, ഈ ടോ എന്ന് പറയുന്നതാണ് ടൈമിനെ നൊട്ടേറ്റ് ചെയ്യുന്നത് കേട്ടോ. ടോ എന്ന് പറയുന്നത് എപ്പോഴും തെർമോഡൈനാമിക്സിൽ ടൈമിനെ നൊട്ടേറ്റ് ചെയ്യുന്ന സിമ്പിളാണ് ടോ എന്ന് പറയുന്നത്. ടി കൊടുക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ഓൾറെഡി ടെമ്പറേച്ചറിന് ടി ആണ് കൊടുക്കുന്നത്. ഓക്കെ. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് പോകുന്നത്. നമുക്കറിയാം, ഒരു സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ അല്ലെങ്കിൽ ഓപ്പൺ സിസ്റ്റം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കരുതേണ്ട ഒരു കാര്യം മാസ് ബാലൻസ് നമ്മൾ എന്താണ് എന്ന് ഓർത്തിരിക്കുക. മാസ് ബാലൻസ് മീൻസ് മാസ് ഫ്ലോ റേറ്റ് എപ്പോഴും സെയിം ആയിരിക്കും. അതായത് ഇൻലെറ്റിലേക്ക് വരുന്ന മാസും ഔട്ട്ലെറ്റിലൂടെ കടന്നു പോകുന്ന മാസും സെയിം ആയിരിക്കും. മാസ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇതിനകത്ത് അക്യുമുലേറ്റ് ചെയ്തിരിക്കത്തില്ല, അടിഞ്ഞിരിക്കത്തില്ല. അതായത് ഇൻലെറ്റിലേക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മാസ് ഫ്ലോ റേറ്റ് വന്നാൽ അത്രയും തന്നെ മാസ് ഫ്ലോ റേറ്റ് ഔട്ട്ലെറ്റിലൂടെയും ഉണ്ടായിരിക്കും. അതൊരു എക്സാമ്പിളായിട്ട് ഞാൻ നേരത്തെ ടാപ്പിൻ്റെ കേസിൽ പറഞ്ഞാൽ, നമ്മളൊരു ടാപ്പ് ഓൺ ചെയ്ത് വെള്ളം പിടിക്കുമ്പോൾ ടാപ്പിൽ വരുന്ന വെള്ളവും ടാങ്കിൽ നിന്ന് ആ പൈപ്പിലേക്ക് കയറുന്ന വെള്ളവും സെയിം ആയിരിക്കും. അതായത് ടാങ്ക് ഉണ്ടല്ലോ, ടാങ്കിൻ്റെ ഔട്ട്ലെറ്റിലേക്ക് കയറുന്നതും ആ പൈപ്പിലൂടെ കടന്നു വന്നു പിന്നെ ടാപ്പിലൂടെ നമുക്ക് പുറത്തേക്ക് കിട്ടുന്നതും മാസ് ഫ്ലോ റേറ്റ് സെയിം ആയിരിക്കും. സോ W1 = W2 ആണ്. ഈ W1 എന്ന് പറയുന്നത് മാസ് ഫ്ലോ റേറ്റ് ആണ്. അതിനെ നമുക്ക് A1 V1 ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ V1 = A2 V2 ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ V2 എന്ന് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. എ എന്ന് പറഞ്ഞാൽ ഇൻലെറ്റിൻ്റെ ഏരിയ, V1 വെലോസിറ്റി അറ്റ് ദ ഇൻലെറ്റ്, സ്പെസിഫിക് വോളിയം അറ്റ് ദ ഇൻലെറ്റ്, മറ്റേതല്ല എക്സിറ്റിൻ്റെ. ഓക്കെ. അപ്പോൾ ഇതാണ് മാസ് ഫ്ലോ അല്ലെങ്കിൽ മാസ് ബാലൻസ് എന്ന് പറയുന്ന ഇക്വേഷൻ ഓർത്തിരിക്കുക. അത് W1 = W2, മാസ് ഫ്ലോ റേറ്റ് അറ്റ് ദ ഇൻലെറ്റ് = മാസ് ഫ്ലോ റേറ്റ് W. W1 എന്ന് പറഞ്ഞാണ് A1 V1 ബൈ V1. W2 എന്ന് പറഞ്ഞാൽ A2 V2 ബൈ V2. ഇതാണ് മാസ് ബാലൻസ്. അതത്ര ഓർത്തിരിക്കുക. ഓക്കെ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നതാണ് എനർജി ബാലൻസ്. എനർജി ബാലൻസ് അതായത് മാസ് പറയുന്ന പോലെ തന്നെ എനർജിയും എന്ത് ചെയ്യത്തില്ല, അക്യുമുലേറ്റ് ചെയ്യത്തില്ല. എന്തുമാത്രം എനർജി ഇൻലെറ്റിൽ വരുന്നുണ്ടോ അത്രയും തന്നെ എനർജി ഔട്ട്ലെറ്റിലൂടെയും പോകുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ എനർജി പറയുമ്പോൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, വർക്ക് എത്ര ആയിരിക്കും എന്നുള്ളതൊന്ന് കൺസിഡർ ചെയ്തേക്കുക. അതായത് അവിടുത്തെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ് എന്നുള്ള കാര്യമൊന്ന് കൺസിഡർ ചെയ്ത് വെച്ചേക്കുക. അതായത് ടോട്ടൽ വർക്ക്
W/dτ ടോട്ടൽ റേറ്റ് ഓഫ് വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അവിടെ ഒരു ഷാഫ്റ്റ് വർക്ക് നടക്കുന്നുണ്ട്. ആ ഷാഫ്റ്റ് വർക്ക് മൈനസ് അവിടെ ഒരു ഫ്ലോ വർക്ക് ഉണ്ട്. നമുക്ക് പലതരത്തിലുള്ള വർക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷാഫ്റ്റ് വർക്ക്, ഫ്ലോ വർക്ക്, ഇലക്ട്രിക്കൽ വർക്ക്, PdV വർക്ക്, അങ്ങനെ. അപ്പോൾ ഒരു ഓപ്പൺ സിസ്റ്റത്തിൽ ഫ്ലോ ചെയ്ത് ഒരു ഫ്ലൂയിഡ് പോവുകയാണെങ്കിൽ അവിടെ ഫ്ലോ വർക്കും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മൾ ഫ്ലോ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ കൂടി എഴുതണം. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ വർക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഷാഫ്റ്റ് വർക്കുണ്ട്, പിന്നെ അത് കൂടാതെ തന്നെ എന്തും കൂടെ ഉണ്ട്, ഫ്ലോ വർക്ക് കൂടെ ഉണ്ട്. ഫ്ലോ വർക്ക് എന്ന് പറഞ്ഞാൽ മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു P1 V1 ആണ് ഇൻലെറ്റിലേത്. അതായത് W1 ഇൻറ്റു P1 V1 ആണ് ഇൻലെറ്റിലേത്, W2 ഇൻറ്റു P2 V2 ആണ് ഔട്ട്ലെറ്റിലേത്. ഓക്കെ, സോ dWx/dτ മൈനസ് W1 P1 V1 പ്ലസ് W2 P2 V2 ഇത്രയാണ് അവിടുത്തെ വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇത് ഓർത്തിരിക്കുക. വർക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഓക്കെ, ഇനിയാണ് നമ്മൾ നമ്മുടെ ഇക്വേഷനിലേക്ക് കിടക്കുന്നത്. എനർജി ബാലൻസ് സെയിം ആയിരിക്കും. അതായത് ഇൻലെറ്റിലുള്ള എനർജിയും ഔട്ട്ലെറ്റിലൂടെ കടന്നു പോകുന്ന എനർജിയും സെയിം ആയിരിക്കണം. എനർജി ഒരിക്കലും അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പം നമുക്ക് എഴുതാം, ഇൻലെറ്റിൽ വരുന്ന എനർജി ഇതൊക്കെ കാണും. ഇൻലെറ്റിൽ W1 എമൗണ്ട് ഓഫ് മാസ് കടന്നു വരുന്നു, അത് E1 എമൗണ്ട് ഓഫ് എനർജിയും കൊണ്ടാണ് കടന്നു വരുന്നത്. അപ്പം W1 ഇൻറ്റു E1 പ്ലസ് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് dQ/dτ ഈസ് ഈക്വൽ ടു ഔട്ട്ലെറ്റിലെ എനർജി, ദാറ്റ് ഈസ് W2 E2 പ്ലസ് dW/dτ. ഇതാണ് ഇവിടുത്തെ എനർജി ബാലൻസിൻ്റെ ഇക്വേഷൻ. അതായത് ഇൻലെറ്റിലെ എനർജി എന്ന് പറയുന്നത് ഇതും ഔട്ട്ലെറ്റിലെ എനർജി എന്ന് പറയുന്നത് ഇതാണ്. വർക്ക് എന്ന് പറയുന്നത് എനർജിയാണ്, ഹീറ്റ് എന്ന് പറയുന്നത് എനർജിയാണ്. അതുകൂടാതെ വരുന്ന ഫ്ലൂയിഡിനും ഒരു എനർജി ഉണ്ട്. അതാണ് ഈ W1 W2 ഇൻറ്റു E1 E2 നമ്മൾ എഴുതേണ്ട കാരണം. ഓക്കെ, ഈ W1 ഇൻറ്റു E1 എങ്ങനെ വന്നു, W2 ഇൻറ്റു E2 എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഇത് ഹീറ്റാണ്, ഇത് വർക്കാണ്. ഇത് രണ്ടുമല്ലാതെ വരുന്ന ഫ്ലൂയിഡിന് ഒരു എനർജി ഉണ്ട്. അതിന് കൈനറ്റിക് എനർജി കാണും, പൊട്ടൻഷ്യൽ എനർജി കാണും, ഇൻറ്റേർണൽ എനർജി കാണും, ഇതൊക്കെ കാണും. അതിനെയാണ് ഞാൻ E1 എന്നതുകൊണ്ട് നോട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ W1 ഇൻറ്റു E1 പ്ലസ് dQ/dτ ഈക്വൽ ടു W2 ഇൻറ്റു E2 പ്ലസ് dW/dτ. ഓക്കെ, ഇനി നമുക്ക് എഴുതാം W1 E1 പ്ലസ് dQ/dτ ഈസ് ഈക്വൽ ടു W2 E2 പ്ലസ് ഈ dW/dτയ്ക്ക് പകരം നമുക്ക് മേളത്തെ ഈ എഴുതിയ dW/dτയുടെ ഈ ഇക്വേഷൻ്റെ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് dWx/dτ, W ക്യാൻസൽ, ക്യാപിറ്റൽ ലെറ്റർ ആണേ, മൈനസ് W1 P1 V1 പ്ലസ് W2 P2 V2 ഇത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ W1 P1 V1 നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരാം. അതായത് W1 E1 അത് ഇപ്പുറത്ത് കൊണ്ടുവരുന്നു, അപ്പോൾ അത് പ്ലസ് ആയി. W1 P1 V1 പ്ലസ് dQ/dτ ഈസ് ഈക്വൽ ടു W2 E2 പ്ലസ് dWx/dτ പ്ലസ് W2 P2 V2 ഇങ്ങനെ വരും. കണ്ടല്ലോ, P1 E1 അത് മേളിൽ നിന്ന് ഇതെല്ലാം അതുപോലെ തന്നെ എഴുതുന്നു. ഒന്ന് മാത്രം ഇത് ഈ മൈനസ് W1 P1 V1 ഇപ്പുറത്ത് കൊണ്ടുവന്നു. ഓക്കെ, ഇനിയും ചെയ്യേണ്ടത് E1 എന്ന് പറയുന്നത്, അതായത് എനർജി അറ്റ് ദ ഇൻലെറ്റ് എന്ന് പറയുന്നത് E1 എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വരുന്ന ഫ്ലൂയിഡിന് എന്തൊക്കെ എനർജി കാണും? കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി കാണും, ഇൻറ്റേർണൽ എനർജി കാണും. ആണല്ലോ, കൈനറ്റിക് എനർജി കാണും, പൊട്ടൻഷ്യൽ എനർജി കാണും, ഇൻറ്റേർണൽ എനർജി കാണും. അപ്പം കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ നമുക്കറിയാം. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് mv² ആണ്. പക്ഷേ മാസ് ഫ്ലോ റേറ്റ് അവിടെ എടുക്കുന്നതുകൊണ്ട് തന്നെ m1 ആയിട്ട് കൺസിഡർ ചെയ്യുക, v²/2 എന്ന് വരും. അപ്പം ഇവിടുത്തെ കൈനറ്റിക് എനർജിക്ക് വരെ നമുക്ക് എന്ത് എഴുതാം, v1²/2. കാരണം E1 ആണ്, ഇൻലെറ്റിലെയാണ്, അതുകൊണ്ട് v1²/2 പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ നമുക്കറിയാം mg ആണ്. m നമുക്ക് 1 ആയിട്ട് എടുക്കാം, g ഇൻറ്റു h എന്ന് പറഞ്ഞാൽ ഹൈ ആണ്, ഇവിടെ h ൻ്റെ സ്ഥാനത്ത് z ആണ്. സോ gh ദാറ്റ് ഈസ് g ഇൻറ്റു z1 പ്ലസ് u1. അപ്പം v1²/2 പ്ലസ് gz1 പ്ലസ് u1. v1²/2 എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി, gz1 എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി, u1 എന്ന് പറയുന്നത് അവിടുത്തെ ഇൻറ്റേർണൽ എനർജി. അപ്പോൾ ഇതുപോലെ ഇവിടെ കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരും, W1 ഇൻറ്റു v1²/2 പ്ലസ് gz1 പ്ലസ് u1. ഈ ഡബ്ല്യൂയും കൂടെ നമുക്ക് പുറത്തോട്ട് എടുക്കത്തില്ലേ, ഈ ഡബ്ല്യൂയും സെയിമാണ്, അത് കോമൺ ആയിട്ട് വേണം എടുക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചുള്ള എന്തും കൂടെ വരും, P1 V1 കൂടെ വരും. ഞാൻ എഴുതിയത് എന്താണെന്ന് മനസ്സിലായോ?
ഇവിടെ W1 ഉണ്ട്, ഇവിടെയും W1 ഉണ്ട്. ഈ W1 രണ്ടും കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ E1 പ്ലസ് P1 V1 എന്ന് എഴുതാം. ആ E1 വരും D1² / 2 പ്ലസ് G × Z1 പ്ലസ് U1 പ്ലസ് P1 V1 പ്ലസ് dQ/dt. ഇത് തന്നെ എവിടെയും കൊടുക്കാം, ഇപ്പുറത്തും കൊടുക്കാം. അതായത് W2 × V2² / 2 പ്ലസ് GZ2 പ്ലസ് U2 പ്ലസ് P2 V2 പ്ലസ് dWx/dt എന്ന് കൊടുക്കാം. ക്ലിയർ ആണല്ലോ. ഇനി എന്ത് ചെയ്യാം? ഇൻറ്റേർണൽ എനർജി പ്ലസ് P1 V1 U1 പ്ലസ് P1 V1 എന്ത് വരും? U1 പ്ലസ് P1 V1 = H1 ആണ് അല്ലേ? അതായത് H = U പ്ലസ് PV ആണ്. അതുകൊണ്ട് തന്നെ U1 പ്ലസ് P1 V1 എന്ന് പറഞ്ഞതിന് വരെ എന്ത് കൊടുക്കാം? H1 എന്ന് കൊടുക്കാം. U2 പ്ലസ് P2 V2 എന്ന് പറഞ്ഞതിന് എന്ത് കൊടുക്കാം? H2 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ ഈ U1 പ്ലസ് P1 V1 എന്ന് പകരം H1 എന്ന് കൊടുക്കാം. U2 പ്ലസ് P2 V2 എന്ന് പറഞ്ഞതിന് പകരത്ത് H2 എന്ന് കൊടുക്കാനായിട്ടും സാധിക്കും. ക്ലിയർ ആണല്ലോ. അപ്പം ആ ഇക്വേഷൻ എങ്ങനെ വരും? W1 × V1² / 2 പ്ലസ് Z1 × G പ്ലസ് H1. അതായത് U1 പ്ലസ് P1 V1 വരും H1 എന്ന് കൊടുത്തു. H1 പ്ലസ് dQ/dt = W2 × V2² / 2 പ്ലസ് Z2G പ്ലസ് H2 പ്ലസ് dWx/dt എന്ന് കൊടുക്കാനായിട്ട് സാധിച്ചു. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് എന്ത് വെച്ചു? ഇങ്ങനെ കൊടുക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ എനർജി ഇക്വേഷൻ. അതായത് ഇൻ ടേംസ് ഓഫ് ടൈം, അതായത് റേറ്റ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ, നമുക്കിപ്പം പ്രോബ്ലത്തിനകത്ത് നമുക്ക് തരുന്നു ഹീറ്റ് ട്രാൻസ്ഫർ = ഒരു 100 kJ എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾക്കറിയാം പെർ സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. അതായത് റേറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യാം? ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി അടുത്തത് റേറ്റ് മാറി നമുക്ക് മാസിൻ്റെ പെർ യൂണിറ്റ് മാസിൻ്റെ കേസിലേക്ക് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എഴുതാം. അതിനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എഴുതുക. മാസ് സെയിം ആണ്, ബാലൻസ്. അതായത് W1 = W2 = dm/dt ആണ്. അതായത് അതായത് kg/s, അതാണോ W എന്ന് പറയുന്നത്? അതായത് kg/s, അതായത് dm/dt, മാസ് ബൈ ടൈം. അതാണ് W1 W2. ഇതെല്ലാം സെയിമാണ്, കാരണം മാസ് ഫ്ലോ റേറ്റ് സെയിമാണ്. മാസ് ബാലൻസിൽ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു മാസ് ഫ്ലോ റേറ്റ് സെയിം ആണെന്ന്, ഓർക്കുന്നുണ്ടോ? മാസ് ബാലൻസിൽ W1 = W2 മാസ് ബാലൻസ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എഴുതാം W1 = W2 = dm/dt. എന്ത് ചെയ്യുക? ഡിവൈഡ് ദി ഇക്വേഷൻ 1 വിത്ത് dm/dt. ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് എഴുതുന്നു. ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ആയിട്ട് dm/dt കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ dm/dt എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത് തന്നെ, W1 W2 എന്ന് പറയുന്നത് dm/dt. അപ്പം ഇവിടുത്തെ W ക്യാൻസലായി പോകും. അപ്പം അത് ക്യാൻസലായി പോയി കഴിഞ്ഞാൽ മിറ്റമുള്ള എന്ത് വരും? V1² / 2 പ്ലസ് Z1G പ്ലസ് H1 പ്ലസ് dQ/dt. അതിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞേ? dm/dt കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മൊത്തം dm/dt കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഡിറ്റോയും ക്യാൻസലായി പോവും. dQ/dm എന്ന് വരും. പ്ലസ് dQ/dm. അതുപോലെ തന്നെ അപ്പുറത്തും വരും. W2 ക്യാൻസലാക്കി കൊടുക്കും, കാരണം W1 എന്ന് പറഞ്ഞാലും W2 എന്ന് പറഞ്ഞാലും dm/dt തന്നെയാണ്. = അപ്പം V2² / 2 പ്ലസ് Z2G പ്ലസ് H2 പ്ലസ് ഇവിടെയും dWx/dt നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? dm/dt കൊണ്ട്. കംപ്ലീറ്റ് ആയിട്ട് dm/dt കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡിറ്റോയും ക്യാൻസൽ ആയിപ്പോൾ dWx/dm എന്ന് വരും. dWx/dm എന്ന് വരും. dWx/dm. ഇതിനെ നമ്മൾ ഇക്വേഷൻ 2 എന്ന് എഴുതുക. ഈ രണ്ട് ഇക്വേഷനെയാണ് നമ്മൾ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് ഇക്വേഷൻ 1നെയും ഇക്വേഷൻ 2നെയും. അപ്പോൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ആണ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. ഇത്രയും മാത്രം നിങ്ങൾ ഡിറൈവ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ചോദിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. എങ്ങനെ എഴുതാം?
ഒന്ന് ആലോചിച്ച് നോക്കി. ഫസ്റ്റ് ഇൻലെറ്റിൻ്റെ കേസ് എഴുതുക. H1 പ്ലസ് V1² പൊട്ടൻഷ്യൽ എനർജി പ്ലസ് Z1G കൈനറ്റിക് എനർജി പ്ലസ് dQ/dm = അപ്പോൾ എന്തായി? ഇൻലെറ്റിലായി H1 ഇൻറ്റേർണൽ എനർജി പ്ലസ് P പ്രഷർ വോളിയം PV വർക്കായപ്പോൾ H1 എൻതാൽപ്പി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ഹീറ്റ് ട്രാൻസ്ഫർ = അതുപോലെ തന്നെ ഇപ്പുറത്തെ എഴുതുക. H2 പ്ലസ് V2² പ്ലസ് Z2G പ്ലസ് dWx/dm. ഇത്രയേ ഉള്ളൂ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡെറിവേഷൻ ചോദിച്ചാൽ ഇവിടെ വരെ എഴുതുക. ഇനി ഡെറിവേഷനകത്ത് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള 1-2 കാര്യമുണ്ട്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഫോർ എ നോസിൽ എന്ന് ചോദിക്കാം. ദെൻ എ ഡിഫ്യൂസർ എന്ന് ചോദിക്കാം. ദെൻ ഒരു ത്രോട്ട്ലിംഗ് ഡിവൈസ് എന്ന് ചോദിക്കാം. അതായത് നോസിൽ, ഡിഫ്യൂസർ, ത്രോട്ട്ലിംഗ് ഡിവൈസ്, ദെൻ ടർബൈൻ എന്ന് ചോദിക്കാം. ഫോർ എ കംപ്രസർ എന്ന് ചോദിക്കാം. കാരണം ഇതെല്ലാം ഓപ്പൺ സിസ്റ്റംസ് ആണ്, ഓപ്പൺ സിസ്റ്റംസിൽ വരുന്ന ഡിവൈസസ് ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇക്വേഷൻ ചോദിക്കാം. അതായത് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഫോർ എ നോസിൽ, അല്ലെങ്കിൽ ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഫോർ എ ഡിഫ്യൂസർ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഫോർ എ ത്രോട്ട്ലിംഗ് ഡിവൈസ്, അല്ലെങ്കിൽ ഫോർ എ ടർബൈൻ, അല്ലെങ്കിൽ ഫോർ എ കംപ്രസർ. ഇത് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ഇവിടെ വരെ ചെയ്ത് നിർത്തുക. എന്നിട്ട് ഓരോന്ന് എടുത്ത് നോക്കുക. നമ്മുടെ PK അതിൻ്റെ ടെസ്റ്റ് ബുക്കിന് കിടപ്പുണ്ട്. നോസിൽ വരുമ്പോൾ എന്താണ് പ്രത്യേകത, നോസിൽ വരുമ്പം എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കുക. അതായത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, നോസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെലോസിറ്റിക്ക് ഇൻക്രീസ് ആക്കി പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് നോസിൽ എന്ന് പറയുന്നത്. അവിടെ എന്തില്ല? അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല, അതുപോലെ തന്നെ അവിടെ വർക്ക് ഡണ്ണും ഇല്ല. അപ്പം dWx ഒരു നോസിലിനെ സംബന്ധിച്ചിടത്തോളം dWxഉം 0 ആയിരിക്കും, dQ/dm 0 ആയിരിക്കും. ബാക്കിയുള്ള ഇക്വേഷൻ അങ്ങ് എഴുതുക. ഇത്ര എഴുതുക. എന്നിട്ട് താഴെ എഴുതുക ഫോർ എ നോസിൽ there will be increase in kinetic energy and decrease in pressure. അതിനെയാണ് നോസിൽ എന്ന് വിളിക്കുന്ന ഡിവൈസ്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ബട്ട് there will be no heat transfer and no work done. അതുകൊണ്ട് തന്നെ dWx/dm = 0, dQ/dm = 0. ബാക്കിയുള്ള ഇക്വേഷൻ എടുത്തെഴുതുക. അതുപോലെ തന്നെ ഡിഫ്യൂസറിൻ്റെ കേസ് ചോദിച്ചാലും എഴുതുക. ഇനി ഒരു ത്രോട്ട്ലിംഗ് ഡിവൈസ് ആണ് ചോദിക്കുന്നതെങ്കിൽ, ത്രോട്ട്ലിംഗ് ഡിവൈസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമല്ലോ. ത്രോട്ട്ലിംഗ് ഡിവൈസിൽ എപ്പോഴും നമ്മുടെ ഞാനത് ലാസ്റ്റ് മോഡിൽ പറഞ്ഞാണ്, എൻതാൽപ്പി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഈ ത്രോട്ട്ലിംഗ് ഡിവൈസിലും എന്ത് കാണത്തില്ല? ത്രോട്ട്ലിംഗ് ഡിവൈസ് എടുത്താലും dQ/dm 0 ആണ്, അതുപോലെ തന്നെ dWx/dm 0 ആണ്. ത്രോട്ട്ലിംഗ് ഡിവൈസിലും എന്തില്ല? ഹീറ്റ് ട്രാൻസ്ഫറും എനർജി വർക്ക് ട്രാൻസ്ഫറും കാണത്തില്ല. അത് രണ്ടും 0 ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിരിക്കും. അതായത് പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ച് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? പൊട്ടൻഷ്യൽ എനർജിക്ക് ചേഞ്ച് കുറയില്ല. അതായത് Z1G നമുക്ക് ഒഴിവാക്കാം, അതുപോലെ തന്നെ Z2G നമുക്ക് ഇക്വേഷനകത്തുനിന്ന് ഒഴിവാക്കാം. മിച്ചമുള്ള എന്തൊക്കെ വരും? H1 പ്ലസ് V1²/2 = H2 പ്ലസ് V2²/2. ഇത്രയേ ഉള്ളൂ എന്ത് ഇക്വേഷൻ? ഒരു ത്രോട്ട്ലിംഗ് ഡിവൈസിൻ്റെ എനർജി ഇക്വേഷൻ. കാരണം ഇതിനകത്ത് Z1G 0 ആയിരിക്കും, Z2G 0 ആയിരിക്കും. കാരണം ത്രോട്ട്ലിംഗ് ഡിവൈസിൽ ഹൈറ്റിന് ഡിഫറൻസ് ഒന്നും തന്നെ വരത്തില്ല. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എനർജിക്ക് ഡിഫറൻസ് ഒന്നും തന്നെ വരത്തില്ല. ദെൻ dQm/dm ഹീറ്റ് ട്രാൻസ്ഫറോടെ കാണില്ല, dW/dm അതും കാണത്തില്ല. അപ്പോൾ ഇതെല്ലാം 0 ആയിപ്പോൾ. മിച്ചമുള്ളത് H1 പ്ലസ് V1²/2 പ്ലസ് H2 പ്ലസ് V2²/2. അതായത് ഒരു ത്രോട്ട്ലിംഗ് ഡിവൈസിന്. ഇനി ഒരു കംപ്രസർ എടുത്തു കഴിഞ്ഞാൽ, ഈ കംപ്രസർ എടുത്തു കഴിഞ്ഞാലും ടർബൈൻ എടുത്താലും എന്താണ് വ്യത്യാസം? ഇതുപോലെ തന്നെയുള്ള പാരാമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് PK അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അതായത് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷന് ശേഷമായിട്ട് കൊടുത്തിട്ടുണ്ട്. നോസിൽ, ഡിഫ്യൂസർ, ടർബൈൻ, കംപ്രസർ, ഇതെല്ലാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതും കൂടെ പഠിച്ചിരിക്കണം. ഇവിടം കൊണ്ട് പഠിച്ച് നിർത്തരുത്. ഇവിടം കൊണ്ട് പഠിച്ച് നിർത്താതെ ഈ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ നോസിൽ വരുമ്പോൾ പ്രത്യേകത, ഡിഫ്യൂസർ വരുമ്പോൾ ഇതിനകത്ത് ചില ടേംസ് കാണത്തില്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതത്തില്ല, അയ്യോ അത് അറിയത്തില്ലോ എന്ന്. പക്ഷേ സംഭവം സിമ്പിളാണ് കേട്ടോ. അപ്പോൾ എക്സാമിന് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഫോർ ആൻ ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞ് മാത്രമല്ല ചോദിക്കുന്നത്, ഇങ്ങനെ ചോദിക്കാം. അതിന് നല്ല ചാൻസ് ഉണ്ട്. അതായത് കംപ്രസർ, ഏതെങ്കിലും ഒരു ഡിവൈസ് വരും. അതായത് ഫോർ എക്സാമ്പിൾ ഞാനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഫോർ എ ഡിഫ്യൂസർ, അല്ലെങ്കിൽ ഫോർ എ ത്രോട്ട്ലിംഗ് ഡിവൈസ്, അല്ലെങ്കിൽ ഫോർ എ കംപ്രസർ. അങ്ങനെ ചോദിച്ചാൽ ഇവിടെ വരെ എഴുതി ഡിറൈവ് ചെയ്യുക. എന്നിട്ട് ഫോർ എ കംപ്രസർ ഇന്നതൊക്കെ ഇല്ല, കൈനറ്റിക് എനർജി വളരെ നെഗ്ലിജിബിൾ ആണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി വളരെ നെഗ്ലിജിബിൾ ആണ്, അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ 0 ആയിരിക്കും, വർക്ക് ട്രാൻസ്ഫർ 0 ആയിരിക്കും. എന്താണോ അത്
കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യം അവിടെ എഴുതി ആ ഡെറിവേഷൻ എഴുതുക. ടെക്സ്റ്റ് ബുക്കിനകത്ത് കിടപ്പുണ്ട് പി കെ നാഗിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചിട്ട് പോവുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലവും സിമ്പിളും ഇത് ഓർക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ത്രോട്ട്ലിംഗ് ഡിവൈസിൻ്റെ പ്രോബ്ലമാണ് നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ത്രോട്ട്ലിംഗ് ഡിവൈസിൻ്റെ പ്രോബ്ലമാണ് നമുക്ക് തരുന്നതെങ്കിൽ നമുക്ക് ഈ dq/dmഉം z1gയും z2gയും dwx/dy ഒന്നും ക്വസ്റ്റ്യൻ അത് തരേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ h1 v1² h2 v2/2 ഇത്രയും കാര്യങ്ങൾ തന്നാൽ മതി. കണ്ടോ? അപ്പോൾ അതിനകത്ത് ചിലപ്പം വെലോസിറ്റി കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുക, v1² കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുക. അപ്പോൾ ഇതിലെല്ലാം ഏത് ഡിവൈസ് ആണെന്ന് ആദ്യം നോക്കുക, പ്രോബ്ലം തരുമ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. ഓക്കെ, ശരി.